2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ: പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഭയങ്കര പ്രതിസന്ധിക്കകത്തെന്നതുപോലെ നിൽക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ആള് ഭയപ്പെടുമ്പോഴും നിരാശപ്പെടുമ്പോഴും എലീശ വളരെ ചങ്കുറപ്പോടുകൂടെ നിൽക്കുന്നതിൻ്റെ കാരണം കുടുംബ മഹിമ ഉള്ളതുകൊണ്ടോ കൂടെ ആളുകൾ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. എലീശയ്ക്ക് ഉറപ്പാണ്, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്, ആ ദൈവിക സൈന്യം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്. ആ ദൈവത്തെ കണ്ടവൻ, ആ സൈന്യത്തെ കണ്ടവൻ, ആ വിടുതലിനെ കണ്ടവൻ ഒരിക്കലും പുറകിലേക്ക് പിന്മാറുകയില്ല. അവനൊരു ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്സ് ഉണ്ടാകത്തില്ല. അവൻ്റെ ചുറ്റിനും ആയുധങ്ങൾ ഏന്തി പടയാളികൾ വന്ന് നിൽക്കുകയാണെങ്കിലും അവന് ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്സ് ഉണ്ടാകത്തില്ല. എൻ്റെ കൂടെ ആരുമില്ലെന്നവൻ പറയത്തില്ല. ഞാൻ പരാജയപ്പെടുവാൻ പോവുക എന്നവൻ പറയത്തില്ല. ഞാൻ തീർന്നെന്നവൻ പറയത്തില്ല. കൂടെ നിൽക്കുന്നവർ അവൻ നിരാശപ്പെട്ടു നിന്നാലും അതിൻ്റെ നടുവിൽ പറ്റൻ്റെ പ്രാർത്ഥന, ഞാൻ കണ്ടത് കാണാൻ ഇവൻ്റെ കണ്ണിനെ തുറക്കണമേ. ഇന്ന് ഞാൻ ദൈവാത്മാവി ചിലരോട് ദൂത് പറയുന്നു, ചിലത് കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ ദൈവത്തിന്റെ സൈന്യം ചിലത് ചെയ്യാൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ ശത്രുവല്ല നിനക്ക് വലുത്, നിന്റെ പ്രതികൂലമല്ല നിനക്ക് വലുത്, നിന്റെ ശോധനകളല്ല നിനക്ക് വലുത്, നിന്റെ രോഗമല്ല നിനക്ക് വലുത്. വിളിച്ച ദൈവമാണ് എനിക്ക് വലിയതെന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങളും അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. വലിയവനായ ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പ്രത്യേക ഈ രാത്രിയിൽ ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന രാത്രിയാകട്ടെ, കണ്ണുകൾ തുറക്കപ്പെടുന്ന രാത്രിയാകട്ടെ. ചിലത് കാണാൻ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വിടുതൽ കാണാൻ, നിന്റെ കണ്ണിൽ അത് കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ, ഇവിടെ എലീശ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കണ്ണിൽ മാത്രമല്ല എൻ്റെ കൂടെയുള്ളവൻ്റെ കണ്ണിലും അത് കാണണം. ഇന്ന് പകലിൽ രാത്രിയിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, നീ കണ്ണു തുറന്ന് കാണുവാൻ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണിന് മുമ്പിൽ അത് കണ്ടിരിക്കും. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നീ കണ്ടത് നിന്റെ വീട്ടിലുള്ളവരും കാണത്തക്ക നിലയിൽ, നീ കണ്ടത് നിന്നെ കുറ്റം പറയുന്നവരും കാണത്തക്ക നിലയിൽ. ആമേൻ. വിശ്വസിക്കുക. യെസ്, അങ്ങനെ ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിച്ചോണം. ചില വിടുതലുകൾ കാണാൻ പോകുന്ന ഒറ്റയ്ക്കല്ല, കുടുംബമായി ചില ദൈവപ്രവർത്തികൾ കാണാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരാളുടെ കണ്ണിൽ മാത്രമല്ല, ചിലരുടെ എല്ലാം കണ്ണുകളിൽ ചില വിടുതലുകൾ കാണത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങളും അടിച്ചു ശക്തിയോടെ യേശു കർത്താവിനൊന്ന് സ്തുതി പാടിയാട്ടെ. ആത്മസാന്നിധ്യം അറിഞ്ഞ് എല്ലാവരും കരമടിച്ചൊന്ന് അല്പ സെക്കൻഡുകൾ കർത്താവിന് സ്തോത്രം ചെയ്ത്, എന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുമെന്ന് വിശ്വസിച്ച് അല്പനേരം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി യേശുവിനെ തൊടുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വീടിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ ഒരു പുതിയ അഭിഷേകം എന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗമേ പകരണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവമഹത്വം ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ദൂത സൈന്യം ഇറങ്ങട്ടെ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരമടിച്ചു.